തലചായ്ക്കുന്ന എംഡിയുടെ ചിത്രം പങ്കിട്ട് ഒരുപാട് പേർ ചോദിച്ചു. ഇങ്ങനെ രണ്ടു മനുഷ്യർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വേദിയിലാണല്ലോ ഈ നാറ്റക്കേസുമെന്ന്. സംഘാടകരോടുള്ള ഇപ്പോൾ ഇതിൽ പറഞ്ഞ ആ നാറ്റക്കേസ് ഉണ്ടായിരിക്കുന്നത് മനോരഥങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്കാണ്. മമ്മൂക്കയുടെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന എംഡി സാറിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നതും അതേ മനോരഥങ്ങൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ വേദിയിൽ നിന്നാണ്. രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞൻ ആസിഫ് അലി എന്ന് പറഞ്ഞ കലാകാരനോട് കാണിച്ചിരിക്കുന്ന അനാദരവിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ നമുക്ക് ഒന്നുകൂടെ കാണാം. രമേശ് നാരായണൻ അല്ലെങ്കിൽ നാരായൺജി സംഗീതജ്ഞനായി പ്രവർത്തിച്ച സിനിമയുടെ അവാർഡുകൾ നടക്കുകയാണ്, അല്ലെങ്കിൽ അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുകയാണ്. ആ സമയത്ത് രമേശ് നാരായണന് സമ്മാനം കൊടുക്കാനായി അല്ലെങ്കിൽ പുരസ്കാരം കൊടുക്കാനായി ക്ഷണിക്കുന്നത് ആസിഫ് അലിനെയാണ്. ആസിഫ് അലി എണീറ്റ് വരുന്നു. വളരെ ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ റെസ്പെക്ടോടു കൂടി ആ പുരസ്കാരം രമേശ് നാരായണൻ സാറിന് നേരെ നീട്ടുന്നു. അദ്ദേഹം അത് വാങ്ങിക്കുന്നു. വാങ്ങിച്ച ഉടനെ തന്നെ ആസിഫ് അലിനെ ഒരു കണ്ണുകൊണ്ട് നോക്ക് പോലും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഹസ്തദാനം പോലും ചെയ്യാതെ ഉടനെ തന്നെ ആ സിനിമയുടെ സംവിധായകൻ അല്ലെങ്കിൽ ആ സിനിമയുടെ കൂടെ കൂടുതൽ പ്രവർത്തിച്ച ജയരാജൻ സാറിനെ മുമ്പോട്ട് വിളിക്കുകയും ജയരാജൻ സാറിന്റെ കയ്യിലേക്ക് നാരായൺജി അല്ലെങ്കിൽ രമേശ് നാരായണൻ ഈ പുരസ്കാരം തിരിച്ചേൽപ്പിക്കുകയും എന്നിട്ട് ഒന്നുകൂടെ തനിക്കത് തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇതാണ് മനസ്സിലാവുന്നത്. അങ്ങേയറ്റം വേദനാജനകമായ കാര്യങ്ങൾ തന്നെയാണ് ആസിഫ് അലിക്ക് ആ സമയത്ത് ആ വേദിയിൽ വെച്ചുണ്ടായത്. അതുകൊണ്ട് തന്നെ അമ്മ താര സംഘടന പോലും ആസിഫ് അലിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തനിക്ക് നേരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായെങ്കിൽ പോലും ഒരു ചെറു പുഞ്ചിരിയോട് മാത്രമാണ് ആസിഫ് അലി അവിടെ പ്രതികരിച്ചത്. ഒരു രീതിയിലുള്ള വിദ്വേഷമോ ഒരു രീതിയിലുള്ള അമർഷമോ ആ വേദിയിൽ ആസിഫ് അലി കാണിച്ചില്ല. അങ്ങനെയുള്ള ഒരിടത്ത് നിന്ന് തന്നെയാണ് ആസിഫ് അലി എന്ന കലാകാരന് ഐക്യദാർഢ്യം കിട്ടുന്നതും അങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ആസിഫ് അലി എന്ന കലാകാരന്റെ കൂടെ സമൂഹം ഒന്നടങ്കം നിൽക്കുകയും ചെയ്യുന്നത്. ആ വേദിയിൽ അന്ന് ഹോസ്റ്റായി നിന്നിരുന്നത് ജുവൽ മേരി എന്ന് പറയുന്ന അവതാരികയാണ്. അവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. കാണാൻ പഠിക്കാൻ പറ്റില്ല, നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരില്ലായിരുന്നു. അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. പക്ഷേ സ്റ്റേജിൽ കയറിയ ആ സിനിമയിലുള്ള മറ്റാരും അത് ആ സമയത്ത് ജുവൽ മേരി പറയുന്നത് ഒന്നും രണ്ടും സിനിമകളല്ല, 9 സിനിമകളാണ്. ആ 9 സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പേരുകളെല്ലാം തന്നെ വളരെ കറക്റ്റ് ആയി ഓർഡറിൽ എഴുതി കൊടുത്തിരുന്നില്ല. അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവതാരകരുടെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ സംഘാടകരുടെ കയ്യിൽ നിന്നും സംഭവിച്ചിരുന്നു. എത്ര അതിഥികൾ വരും, ആരൊക്കെ വരും, ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ജുവൽ മേരി പറയുന്നത്. അതുകൊണ്ട് തന്നെ രമേശ് നാരായണൻ സാറിന്റെ പേര് വിളിക്കാനും അല്ലെങ്കിൽ അദ്ദേഹം സംഗീതം ചെയ്ത സിനിമയുടെ അവാർഡുകൾ ദാനം ചെയ്യുന്ന സമയത്ത് വേദിയിലേക്ക് രമേശ് നാരായണൻ സാറിനെ വിളിക്കാൻ വിട്ടുപോവുകയാണ് ചെയ്തത്. ആ കൂടെ തന്നെ ജുവൽ മേരി പറയുന്നുണ്ട് അദ്ദേഹത്തിന് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സ്റ്റേജിലേക്ക് വിളിക്കാതെ അദ്ദേഹത്തിന് സ്റ്റേജിന്റെ താഴെ വെച്ച് സമ്മാനം അല്ലെങ്കിൽ പുരസ്കാരം കൊടുത്തത് എന്ന്. അദ്ദേഹം സഹപ്രവർത്തകനായി നിന്ന സിനിമയുടെ അവാർഡ് ദാന ചടങ്ങിലേക്ക് അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയത് അങ്ങേയറ്റം ഖേദനാജനകം തന്നെയാണ്. അത് ജുവൽ മേരി ഇവിടെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത് സംഘാടകരുടെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അങ്ങനെ പേര് എഴുതി കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ പേര് വിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയും രമേശ് നാരായണൻ സാറിന്റെ പേര് തെറ്റായി സന്തോഷ് നാരായണൻ സാർ എന്നുള്ള രീതിയിൽ വിളിക്കേണ്ടി വരികയും ചെയ്യുന്നു. താൻ പറഞ്ഞത് തെറ്റാണെന്ന് ഉറച്ച ബോധ്യമുള്ള ജുവൽ മേരി ഉടനെ തന്നെ അടുത്ത് നിന്ന് ആരോടോ ചോദിച്ച് ഒറിജിനൽ പേര് രമേശ് നാരായണൻ ആണെന്ന് മനസ്സിലാക്കുകയും 10 സെക്കൻഡിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് കറക്റ്റായി അനൗൺസ് ചെയ്യുകയും ചെയ്തു. എങ്കിൽ പോലും ആ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന്റെ പേര് തെറ്റായി വിളിച്ചതിൽ ഉറപ്പായിട്ടും ആ മനുഷ്യന് അല്ലെങ്കിൽ അത്രയും വലിയൊരു കലാകാരന് ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കണം. അത് സ്വാഭാവികമാണ്, നമുക്കായാലും ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ചെന്നിരിക്കുന്ന ഒരു വേദിയിൽ, നമ്മളെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വേദിയിൽ നമ്മുടെ പേര് തെറ്റായി വിളിക്കുമ്പോൾ ഏതൊരു കലാകാരനും ഏതൊരു സാധാരണ മനുഷ്യനും ഉണ്ടാകുന്ന വേദന ഉറപ്പായും രമേശ് നാരായണൻ സാറിനും ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ആ വേദനയോ അമർഷമോ ഒന്നും കാണിക്കേണ്ടിയിരുന്നത് ആസിഫ് അലിയോട് ആയിരുന്നില്ല. ആസിഫ് അലിയും രമേശ് നാരായണൻ സാറിനെ പോലെ തന്നെ അവിടെ വന്നിരുന്ന ഒരു ഗസ്റ്റ് മാത്രമാണ്. അവിടെ വന്ന വീഴ്ചകളിലോ പ്രശ്നങ്ങളിലോ ഒന്നും ആസിഫ് അലി യാതൊരു രീതിയിലും ഉത്തരവാദിയല്ല. ഇങ്ങനെ ഒരു വീഴ്ച വന്നതിന് ശേഷം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ചർച്ചയായതിനു ശേഷം രമേശ് ജിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ നടന്നത് യാദൃച്ഛികമായിട്ട് നടന്നതാണ്. അതിന് എനിക്ക് ഭയങ്കര ഞാൻ ക്ഷമ ചോദിക്കുക സത്യത്തില്. കാര്യം എന്ന് വെച്ചാൽ എന്താ നടന്നത് എന്നുള്ളത് അവിടുന്ന് എനിക്ക് ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ വാങ്ങിച്ചു. വളരെ സ്നേഹത്തോടു കൂടിയാണ് വാങ്ങിച്ചത്. പക്ഷേ ആ അവാർഡ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഡയറക്ടർ കൂടെ വേണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജ്. അപ്പൊ ജയരാജനും കൂടെ ഞാനിങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതാണ് സംഭവിച്ചത് അവിടെ. അപ്പോഴാണ് പിന്നെ എനിക്ക്
കൂടുതൽ ആസിഫ് അലിയിൽ അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആസിഫ് അലിയാണ് തനിക്ക് അവാർഡ് നൽകാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അവിടെ അനൗൺസ്മെന്റ് ചെയ്തെങ്കിലും താൻ അത് കേട്ടിരുന്നില്ല. കാരണം താൻ വേദിയിലല്ല, സദസ്സിന് താഴെയാണ് ഇരിക്കുന്നത്. അവിടെ കുറെ ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആസിഫ് അലിയുടെ പേര് അനൗൺസ് ചെയ്ത് താൻ ശ്രദ്ധിച്ചില്ല. ആസിഫ് അലി ആണ് തനിക്ക് അവാർഡ് തരാൻ പോകുന്നത് എന്ന് താൻ വിചാരിച്ചില്ല. പക്ഷെ രമേശ് സാർ വിചാരിച്ചിരുന്നത് മേ ബി ആസിഫ് അലിനെയും കൂടെ കൂടെ നിർത്തി ഒപ്പം ജയരാജനെയും കൂടെ കൂടെ നിർത്തി രണ്ടുപേരുടെ കയ്യിൽ നിന്നും അത് വാങ്ങണം എന്നായിരുന്നിരിക്കാം. ഇത്രയും പ്രശ്നം ആയത് സ്ഥിതിക്ക് മേ ബി അത് മാറ്റി പറഞ്ഞ് ആസിഫ് അലിയുടെ പേര് കണ്ടില്ല അല്ലെങ്കിൽ ആസിഫ് അലിനെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതായിരിക്കാം. അല്ലെങ്കിൽ ശരിക്കും ആ ബഹളത്തിനിടയിൽ തന്റെ പേര് തെറ്റി വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് വേദിയിലേക്ക് തന്നെ വിളിച്ചില്ല, താൻ പ്രവർത്തിച്ച സിനിമയുടെ പേരുകളും അവാർഡ് ദാന ചടങ്ങുകളിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം എവിടെയോ മിസ്സായി പോയി എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടാണ് അവതാരിക പോലും തന്റെ പേര് ഓർത്തത്, അതും തെറ്റിച്ചാണ് ഓർത്തത്, അതിനുശേഷം കറക്റ്റ് ചെയ്ത് വിളിച്ചു എന്നുള്ള രീതിയിലെല്ലാം ആ മനുഷ്യൻ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അത് ആസിഫ് അലി ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടനാണോ എന്നൊന്നും ചിന്തിക്കാതെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, ജയരാജനെ പോലെ താൻ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തനിക്ക് അവാർഡ് തരണം എന്ന് അദ്ദേഹം ചിന്തിച്ചതായിരിക്കാം. ഇത് രണ്ടിൽ ഏത് തന്നെ ആയാലും ഇതിനകത്ത് ആസിഫ് അലി തെറ്റുകാരനല്ല. ആസിഫ് അലി ഇങ്ങനെ ഇൻസൾട്ടഡ് ആകേണ്ട ഒരു വേദി ആയിരുന്നില്ല അത്. ആസിഫ് അലിക്ക് നേരിട്ടത് കടുത്ത നിരാശജനകമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അതിനകത്ത് യാതൊരു ന്യായവാദങ്ങളുടെയും ആവശ്യമില്ല. അതിനകത്ത് രണ്ടാമതൊരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ല. പക്ഷെ രമേശ് സാർ ഇവിടെ പറയുന്നത് അനുസരിച്ച് രമേശ് സാർ ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല എന്നോ ആണ് രണ്ട് വാദങ്ങൾ. എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നതാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഓഡിയോ വഴി വീഡിയോ വഴി എല്ലാം യൂട്യൂബുകളിലും സോഷ്യൽ മാധ്യമങ്ങളിലും വരും എന്ന് ബോധ്യമുള്ള ആൾക്കാരായിരിക്കണമല്ലോ അവിടെ ഇരിക്കുന്നത് എല്ലാവരും. അറിഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു അപഹാസ്യനാകാനോ അല്ലെങ്കിൽ ഇത്രയധികം ട്രോളുകൾ വാരിക്കൂട്ടാനോ രമേശ് നാരായണനെ പോലെ ഒരാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് തെറ്റായി വിളിച്ചപ്പോൾ തന്നെ ആദരിച്ചില്ല എന്നൊരു തോന്നലിനകത്ത് നിന്ന് ഉണ്ടായ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു താൻ ഇൻസൾട്ട് ആയി എന്ന് തോന്നിയ ഒരു തോന്നലിൽ നിന്നെല്ലാം ഉണ്ടായിപ്പോയ ഒരു പ്രവൃത്തി ആയിരിക്കാം അത്. ആ സ്ഥാനത്ത് ആസിഫ് അലി അല്ല മറ്റേതൊരു കലാകാരനായിരുന്നു എങ്കിൽ പോലും ഇദ്ദേഹം ഇത് തന്നെ ചെയ്യുമായിരുന്നിരിക്കണം. കാരണം ചുറ്റുമുള്ളതൊന്നും അദ്ദേഹം ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. തനിക്ക് നേരിട്ട ഇൻസൾട്ട് മാത്രമായിരിക്കും മനസ്സിലുണ്ടായിരുന്നിരിക്കുന്നത്. തനിക്ക് നേരിട്ട ഇൻസൾട്ട് ഇവിടെ അതായത് രമേശ് സാറിന് നേരിട്ട ഇൻസൾട്ട് ഇവിടെ ചെറുതായി പോകുന്നത് അതിലും വലിയൊരു ഇൻസൾട്ട് ആസിഫ് അലി അവിടെ നേരിട്ടത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു പ്രവൃത്തി രമേശ് നാരായണൻ സർ ആസിഫ് അലിയോട് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സംഘാടകരോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ അവതാരികയോ ഇദ്ദേഹത്തിനോട് ചെയ്ത അനാദരവായിരിക്കും നമ്മൾ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുക, അല്ലെ? പകരം ഇദ്ദേഹം ആസിഫ് അലിയോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആസിഫ് അലിയുടെ കാര്യം ചർച്ച ചെയ്യുന്നതും രമേശ് നാരായണൻ അവിടെ കുറ്റക്കാരനായി മാറുകയും ചെയ്തത്. നമ്മുടെ പ്രവൃത്തി അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സമൂഹം അതെടുത്ത് ക്രിട്ടിസൈസ് ചെയ്യും, സമൂഹം നമ്മളെ കുറ്റക്കാരനാക്കും. പക്ഷെ ഇവിടെ അദ്ദേഹം ഒരു മാന്യത കാണിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ താൻ ഒരു തെറ്റ് ചെയ്തു. ആസിഫ് അലി എന്ന കലാകാരന്റെ അഭിനയം എല്ലാം ഇഷ്ടമാണ്. അദ്ദേഹത്തെ ആദരിക്കാതിരിക്കാനോ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതിരിക്കാനോ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, പറ്റിപ്പോയി. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മനസ്സ് കാണിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിനെ ധാർഷ്ട്യക്കാരനെന്നോ അഹങ്കാരി എന്നോ മറ്റു മോശമായ രീതിയിലുള്ള പേരുകൾ വിളിച്ച് അധിക്ഷേപിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. തെറ്റ് പറ്റിപ്പോയി എന്നൊരാൾ അംഗീകരിച്ചാൽ അതിന് ക്ഷമാപണം നടത്തിയാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. രമേശ് നാരായണന്റെ പേര് സന്തോഷ് നാരായണൻ എന്ന രീതിയിൽ തെറ്റി വിളിച്ചതിന് സംഘാടകരുടെ പേരിലോ അല്ലെങ്കിൽ തന്റെ പേരിലോ താൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ജുവൽ മേരിയും പറഞ്ഞിട്ടുണ്ട്. അതായത് രമേശ് നാരായണന് സംഭവിച്ച തെറ്റിനോട് അല്ലെങ്കിൽ ആ ഒരു ഇൻസൾട്ടിന് ജുവൽ മേരി ഇവിടെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ആസിഫ് അലിക്ക് പറ്റിയ ഒരു തെറ്റിന് അല്ലെങ്കിൽ ആ ഒരു ഇൻസൾട്ടിന് രമേശ് നാരായണനും ഇവിടെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആസിഫ് അലി ക്ഷമിക്കുമെന്നും രമേശ് നാരായണൻ ഉണ്ടായ ഇൻസൾട്ട് രമേശ് നാരായണനും മറക്കുമെന്നും ക്ഷമിക്കുമെന്നും വിശ്വസിക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലെ? ഞാൻ പങ്കുവെച്ചത് എന്റെ കാഴ്ചപ്പാടാണ്. ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ. താങ്ക് യു.